H1B വിസയിൽ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് മലയാളി ടെക് പ്രൊഫഷണലുകൾക്കും അവരുടെ പങ്കാളികൾക്കും അതീവ നിർണായകമായ ഒരു വാർത്തയാണ് അമേരിക്കൻ ഫെഡറൽ കോടതികളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. H4 ഡിപെൻഡന്റ് വിസയിലുള്ള പങ്കാളികൾക്ക് US-ൽ നിയമപരമായി ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന H4 EAD നിയമത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജി തള്ളിക്കൊണ്ട് കോടതി ചരിത്രപരമായ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വന്ന ഈ ഉത്തരവ് US-ലെ പ്രവാസി മലയാളി കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും കരിയർ വളർച്ചയ്ക്കും വലിയൊരു ഉറപ്പാണ് നൽകുന്നത്. ഇതിന്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ 2015-ലാണ് ഒബാമ ഭരണകൂടം H4 EAD എന്ന സുപ്രധാന ഇമിഗ്രേഷൻ ചട്ടം നടപ്പിലാക്കുന്നത്. US-ൽ H1B വിസയിൽ കഴിയുന്ന അപേക്ഷകന് അപ്രൂവഡ് I-14 ഉണ്ടെങ്കിൽ അവരുടെ പങ്കാളിക്ക് US-ൽ ഏത് മേഖലയിലും ജോലി ചെയ്യാനോ സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കാനോ അനുവാദം നൽകുന്നതാണ് ഈ നിയമം. എന്നാൽ അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ ഇത് കുറയ്ക്കുന്നു എന്ന് ആരോപിച്ച് സേവ് ജോബ്സ് USA എന്ന സംഘടന ഫെഡറൽ കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് ഇത്തരമൊരു വർക്ക് പെർമിറ്റ് നൽകാൻ നിയമപരമായ അധികാരമില്ല എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ ഈ കേസിൽ വിശദമായ വാദം കേട്ട US അപ്പീൽ കോടതിയും ഡിസ്ട്രിക്ട് കോടതിയും ഹർജിക്കാരുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വിദേശീയരായ വിദഗ്ധ തൊഴിലാളികളെ US-ലേക്ക് ആകർഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി ഇമിഗ്രേഷൻ നിയമങ്ങൾക്കനുസരിച്ച് വർക്ക് പെർമിറ്റ് നിബന്ധനകൾ നിശ്ചയിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് കോടതി ശരിവെച്ചു. ഇതോടെ H4 EAD നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും നീങ്ങുകയും പ്രവാസി കുടുംബങ്ങൾക്ക് നിയമപരമായ സംരക്ഷണം ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ വിധി മലയാളി സമൂഹത്തിന് നൽകുന്ന പ്രായോഗിക നേട്ടങ്ങൾ ചെറുതല്ല. ഇന്ത്യയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസവും പ്രൊഫഷണൽ പരിചയവുമായി US-ലേക്ക് എത്തുന്ന നിരവധി മലയാളി സ്ത്രീകൾക്ക് മുൻപ് H4 വിസയിൽ ജോലി ചെയ്യാനാകാതെ കരിയർ ഗ്യാപ്പ് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ H4 EAD നിലവിൽ വന്നതോടെ IT, ഹെൽത്ത് കെയർ, ഫിനാൻസ്, ടീച്ചിങ് തുടങ്ങിയ വിവിധ മേഖലകളിൽ തങ്ങളുടെ കരിയർ പുനരാരംഭിക്കാൻ അവർക്ക് സാധിച്ചു. US-ലെ ഉയർന്ന ജീവിത ചെലവും വീട്ടുവാടകയും കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവുകളും കണക്കിലെടുക്കുമ്പോൾ കുടുംബത്തിൽ ഒറ്റ വരുമാനത്തിന് പകരം 2 വരുമാനം ലഭിക്കുന്നത് കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഇരട്ടിയാക്കുന്നു. ഇനി H4 EADക്ക് അപേക്ഷിക്കുമ്പോഴും റിന്യൂവൽ ചെയ്യുമ്പോഴും USCIS മാനദണ്ഡങ്ങൾ അനുസരിച്ച് ശ്രദ്ധിക്കേണ്ട സാങ്കേതികപരമായ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി പ്രൈമറി H1B വിസ ഉടമയ്ക്ക് സാധ്യതയുള്ള I-14 പെറ്റീഷൻ അപ്രൂവൽ ഉണ്ടായിരിക്കണം. ഫോം I-765 പൂരിപ്പിച്ച് ആവശ്യമായ ഇമിഗ്രേഷൻ രേഖകൾ, H1B ഉടമയുടെ പേറോൾ രേഖകൾ, വിവാഹ സർട്ടിഫിക്കറ്റ്, I-94 രേഖകൾ എന്നിവ സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടാതെ USCIS അടുത്തിടെ നടപ്പിലാക്കിയ EAD ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ നിയമങ്ങളും അപേക്ഷകർക്ക് വലിയ ആശ്വാസമാണ്. EAD റിന്യൂവൽ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യാൻ കാലതാമസം നേരിടുന്ന സാഹചര്യങ്ങളിൽ നിലവിലെ EAD കാലാവധി കഴിയുന്നതിന് മുൻപ് റിന്യൂവൽ അപേക്ഷ സമർപ്പിച്ചാൽ അപേക്ഷകർക്ക് പരമാവധി 540 ദിവസങ്ങൾ വരെ ഓട്ടോമാറ്റിക് വർക്ക് ഓതറൈസേഷൻ എക്സ്റ്റൻഷൻ ലഭിക്കും. ഇത് ജോലി നഷ്ടപ്പെടാതെ തുടർന്നും ജോലി ചെയ്യാൻ ജീവനക്കാർക്ക് സഹായകരമാകുന്നു. കൂടാതെ H4 വിസക്കാരുടെ അഡ്മിഷൻ സ്റ്റേറ്റസിൽ കാണിക്കുന്ന H4S പദവി ഉപയോഗിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അപേക്ഷാ പ്രോസസ്സിംഗിൽ ഇരിക്കുമ്പോൾ തന്നെ ജോലിയിൽ തുടരാൻ സാധിക്കുന്ന വ്യവസ്ഥകളും നിലവിലുണ്ട്. എങ്കിലും പ്രൈമറി H1B ഉടമയുടെ സ്റ്റേറ്റസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാലോ അല്ലെങ്കിൽ തൊഴിൽ മാറ്റം നടക്കുമ്പോഴോ H4 EAD അപേക്ഷകളെ അത് എങ്ങനെ ബാധിക്കുമെന്ന് കൃത്യമായി ഒരു ഇമിഗ്രേഷൻ അറ്റോർണിയുമായി ആലോചിച്ച് നിയമോപദേശം തേടുന്നത് നല്ലതായിരിക്കും. H4 വിസക്കാരുടെ വർക്ക് പെർമിറ്റിൽ ഉണ്ടായിരുന്ന നിയമപരമായ അനിശ്ചിതത്വം ഒഴിവാക്കിയിരിക്കുന്നത് അമേരിക്കൻ മലയാളി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. US-ലെ തൊഴിൽ വിപണിയിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും കുടുംബത്തിന്റെ സുരക്ഷിതമായ ഭാവിക്കായി സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താനും ഇത് വഴി തുറക്കുന്നു. കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.